ഫ്രണ്ട്സ്, ഏതെങ്കിലും വ്യക്തിയിലുള്ള അഡിക്ഷൻ മൂലമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടോ ഈ ഓവർ തോട്ട്സ് നമ്മുടെ ബ്രെയിനിലേക്ക് വന്ന് നമ്മൾ സ്ട്രെസ്ഫുൾ ആവാറുണ്ട്. ഈ ഒരു ലൂപ്പിൽ നിന്നും എങ്ങനെ പുറത്തു കിടക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഫ്രണ്ട്സ്, നമ്മുടെ ബന്ധത്തിലോ മറ്റോ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു മോശമായ ചിന്ത ആദ്യം നമ്മുടെ ബ്രെയിനിലേക്ക് കടന്നു വരുന്നു. അതിനുശേഷം ആ ഒരു ചിന്തയിൽ നിന്നും അത് 10 ചിന്തകളാകുന്നു, അത് പിന്നെ 100 ആകുന്നു, 1000 ആകുന്നു. ഇങ്ങനെയാണ് ഓവർ തോട്ട്സ് സംഭവിക്കുന്നത്. അതിനനുസരിച്ച് മൈൻഡ് ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ പാനിക് ആയിത്തീരുന്നു. ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ചിന്ത നമ്മുടെ ബ്രെയിനിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പാനിക് ആവാതിരിക്കുക എന്നുള്ളതാണ്. കാരണം ഈ വരുന്ന ഓരോ ചിന്തകളും ഒരിക്കലും സത്യമാകണമെന്നില്ല. ഈ വരുന്ന ചിന്തകളിൽ ഏതെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമോ എന്നോർത്തിട്ടാണ് നമ്മൾ പലപ്പോഴും ഈ പാനിക് ആവുന്നത്. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ ബ്രെയിനിലേക്ക് വരുന്ന 90% മുതൽ 95% വരെയുള്ള ചിന്തകളും ഒരിക്കലും വാസ്തവമാകണമെന്നില്ല. പിന്നെ ബാക്കി വരുന്ന 5% മുതൽ 8% വരെയുള്ള ചിന്തകൾ സംഭവിക്കുന്നെങ്കിൽ അങ്ങ് സംഭവിച്ചുകൊള്ളട്ടെ. അതിനെ നേരിടുവാനുള്ള ആത്മധൈര്യവും ശക്തിയും ഒക്കെ പ്രപഞ്ചം നമുക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഇനി ഇങ്ങനെയുള്ള ചിന്തകൾ എൻ്റെ മൈൻഡിലേക്ക് വരാൻ പാടില്ല എന്നുള്ള രീതിയിൽ റെസ്ട്രിക്ട് ചെയ്യാനും നമുക്ക് കഴിയില്ല. അതാണ് ഇതിന്റെ മറ്റൊരു വശം എന്ന് പറയുന്നത്. അവിടെ നമ്മൾ മനസ്സുമായിട്ടൊരു ഫൈറ്റിംഗ് മോഡിലേക്കാണ് പോകുന്നത്. പിന്നെ ആകെ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ചിന്തകളെ നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യുക, അതായത് നിരീക്ഷിക്കുക. സാക്ഷി മനോഭാവം എന്നൊക്കെ പറയും. പേടിക്കണ്ട, വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു പോലീസുകാരൻ കുറച്ച് കള്ളന്മാരെ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കള്ളന്മാരെന്താണ് ചെയ്യുക? അവരുടെ ദൗത്യത്തിൽ നിന്നും അവർ പിന്തിരിയാൻ തുടങ്ങും. ഇതേപോലെ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ഈ കള്ളന്മാരാകുന്ന ചിന്തകളെ ഒരു പോലീസുകാരനെ പോലെ നമ്മളിങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിങ്ങനെ നമ്മുടെ ബ്രെയിനിലേക്ക് അധികമായി വരുന്നത് കുറയുവാൻ തുടങ്ങും. അതായത് മനസ്സിനെ നമ്മുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ അതിനെ വെറും ഒരു തോട്ടായിട്ട് കാണാൻ ശ്രമിക്കുക. അതിന്റെ മുകളിൽ ആർഗ്യൂ ചെയ്യുവാനോ അതങ്ങനെയല്ല ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ പ്രൂവ് ചെയ്യുവാനോ നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ല. അതിനെ അതിന്റെ വഴിക്ക് വിടുക. അതിനെ നമ്മളിലേക്ക് അലോ ചെയ്യുക. അതിനെ ജസ്റ്റ് ഒബ്സർവ് ചെയ്യുക. ഒപ്പം തന്നെ നമുക്ക് വേണ്ടുന്ന ചില കാര്യങ്ങളിലേക്ക്, നല്ല കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ കൂടി ശ്രമിക്കുക. അപ്പോൾ ഈ ഓവർ തിങ്കിങ്ങിൽ നിന്നും പുറത്ത് കിടക്കുവാനുള്ള നല്ലൊരു മികച്ച മാർഗമാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. ഓക്കെ ഫ്രണ്ട്സ്.